അഫ്ലഹ് ഇപ്പം ആദിത്യ പറഞ്ഞ് വൊക്കാബാണ് ഇമ്പോർട്ടന്റ്. സോ ഇഫ് ഐ ആസ്ക് യു വൊക്കാബ് ഓർ ഗ്രാമർ ഏതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക? രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. രണ്ടും കൊടുക്കും എന്നോട് ചോദിച്ചാൽ ലൈക്ക് ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ഇംപ്ലിമെന്റ് ഈ പറഞ്ഞ വൊക്കാബ് ഇമ്പോർട്ടന്റ് വേണമല്ലേ? വൊക്കാബ് മാത്രം ഉണ്ടായിട്ട് കാര്യമല്ലോ. നമ്മൾക്കൊരു സെന്റൻസ് ബിൽഡ് ചെയ്യണം. ഗ്രാമാറ്റിക്കലി നമ്മൾ എന്താണ് അഡ്വാൻസ്ഡ് ആണെന്ന് അവർ കാണിക്കണമല്ലോ. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു B2 ലെവലാണെന്ന് അവർക്കൊന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. തോന്നണമെങ്കിൽ നമുക്ക് ആ ലെവൽ ഓഫ് വൊക്കാബ്സും ആ ലെവൽ ഓഫ് ഗ്രാമാറ്റിക്സും കൂടി വേണം. വൊക്കാബ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രാമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ വൊക്കാബ്സ് പഠിക്കാൻ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് ഇവിടുന്ന് പോവുകയാണെന്ന് വിചാരിക്കും. പോകുന്ന സമയത്ത് ഞാൻ റാൻഡായി കാണുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. എക്സാക്ട്ലി മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന്റെ പേര് നോട്ട് ചെയ്തു. ലൈക്ക് അങ്ങനെയല്ല, എഴുതി വെക്കും, മനസ്സിൽ വെക്കും. ലൈക്ക് ഞാൻ ഇന്ന് കണ്ടു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യാണ്, ക്യാമറ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമ്പിൾ സാധനങ്ങൾ. അതെന്താന്ന് ഞാൻ അതിനുശേഷം ഞാൻ തിരിച്ചു പോയി ഹോസ്റ്റലിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ ഹോസ്റ്റലിൽ എത്തിയ ടൈമിൽ തന്നെ ഞാൻ എന്താക്കും, ഇതിന്റെ ഒരു മിനിമം 10 വൊക്കാബ്സ് ഡെയിലി ഇതിന്റെ ജർമ്മൻ നോക്കും, അതങ്ങനെ പഠിച്ചു വെക്കും. അതിനുശേഷം ഞാൻ അന്ന് പഠിച്ച ഗ്രാമാറ്റിക്സ് ഉണ്ടാവുമല്ലോ, ഞാൻ ക്ലാസ്സിൽ പ്രോപ്പറായി ശ്രദ്ധിക്കും. അത് തന്നെ നമുക്ക് മോർ ദാൻ ഇനഫ് ആണ്. ക്ലാസ്സിലൊന്ന് ശരിക്കും നമ്മൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം കാച്ചപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പഠിച്ച വൊക്കാബ്സും അതുപോലെ തന്നെ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഗ്രാമാറ്റിക്സും ഉണ്ടല്ലോ, ഡൗട്ടൊക്കെ അവിടെ നിന്ന് തന്നെ ഏകദേശം ക്ലിയർ ചെയ്ത് വരും. നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ ബെനിഫിറ്റ്സ് ഉണ്ട്, അസിസ്റ്റന്റ് ഫാക്കൽറ്റീസ് ഉണ്ട്. അഥവാ ഡൗട്ട് വന്നാലും ലൈക്ക് അവരടുത്ത് പോയി നമുക്ക് വീണ്ടും ക്ലിയർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് ചെയ്തതിന് ശേഷം ഞാൻ അന്ന് പഠിച്ച വൊക്കാബ്സും അന്ന് പഠിച്ച ഗ്രാമേഴ്സും ആയിട്ട് ഞാൻ ഒരുമിച്ച് ചെയ്ത് നോക്കും. ലൈക്ക് ഒരു സെൻറ്റൻസ് ബിൽഡ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കും. പിന്നെ ഹോസ്റ്റലിൽ കൂടെ ഉള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് നോക്കും. ലൈക്ക് കുറച്ചും കൂടി ഇൻട്രാക്ട് ചെയ്യാൻ നോക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ആദിത്യ പറഞ്ഞ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അഫ്ലഹ് പറഞ്ഞ കാര്യം കേട്ടിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവർ എക്സെപ്ഷണൽ ആയിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. പക്ഷേ ഇവർ രണ്ടുപേരും കോമൺ ആയിട്ട് ചെയ്ത 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ ക്ലാസ്സിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ 4 മണിക്കൂറോ 3 മണിക്കൂറോ വാട്ട് എവർ ടൈം അവർ കൃത്യമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2, അവർ ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ് പഠിക്കാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അതായത് വൊക്കാബ് ആണെങ്കിലും ഗ്രാമർ ആണെങ്കിലും അത് റിയൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാനാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊരു പരിവരെ സ്ട്രെയിൻ ചെയ്തിട്ടായിരിക്കും അത് പഠിച്ചിട്ടുണ്ടാവും, എൻജോയ് ചെയ്തിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നേരെ കുറച്ച് സ്ട്രെയിൻ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങളിപ്പോൾ ഇതിന് 2-3 ഫേസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഡിസിഷൻ എടുത്തു, ലാംഗ്വേജ് പഠിച്ച് ഇപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ആക്ച്വലി എനിക്ക് സന്തോഷമുണ്ട്. അതായത് അസിസ്റ്റന്റ് ഫാക്കൽറ്റി കഴിഞ്ഞപ്പോൾ ജൂനിയർ ഫാക്കൽറ്റി ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് 2 ആളുകൾ. അപ്പം ഇപ്പം നിങ്ങൾ കുട്ടികൾ ചോദിക്കുന്നുണ്ടാവില്ല, സാർ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, ഗ്രാമർ പഠിക്കാൻ ടിപ്സ് ഉണ്ടോ, വൊക്കാബ് പഠിക്കാൻ ടിപ്പ് ഉണ്ടോ, ഒള്ളുകതർ ജർമ്മൻ പാസ്സാവാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 3 ടിപ്പുണ്ട്. ടിപ്പ് ഉണ്ടെങ്കിൽ ഒരു 3 ടിപ്പ് പറഞ്ഞു കൊടുക്കും അഫ്ലഹ്. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പഠിക്കുന്ന വൊക്കാബും ഗ്രാമാറ്റിക്കും ഒരുമിച്ച് നമ്മൾ കമ്പൈൻ ചെയ്ത് സെന്റൻസ് ഉണ്ടാക്കി ബിൽഡ് ചെയ്യും എല്ലാ ദിവസവും. അതാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തൊരു കാര്യമുണ്ട്. അതായത് ഡെയിലി 10 വൊക്കാബ്സ് മിനിമം. അതായത് അവർ ഇന്ന് ക്ലാസ് അതിന് പോകുന്ന ടൈമിൽ എന്ത് വേണേലും കണ്ടോട്ടെ, ലൈക്ക് അവിടെ കാണുന്ന ഒരു 10 തിങ് എന്തായാലും അതിൻ്റെ ജർമ്മൻ നാളെ എഴുതി വരാം, അത് പഠിക്കുക, അത് കാണിക്കുക. ദെൻ അത് തന്നെ ഗ്രാമാറ്റിക്സ് ഇട്ട് ഡെയിലി എടുക്കുന്ന ഗ്രാമാറ്റിക്സ് ഉണ്ടാവുമല്ലോ, അതും ഈ വൊക്കാബ്സും മേർജ് ചെയ്ത് എഴുതാൻ പറയും. അത് വെച്ച് അവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ദെൻ ഡെയിലി സ്പീക്കിംഗ് നമ്മൾ റാൻഡായിട്ട് ഒരു പ്ലാനിങ് ആണ്. ഇപ്പം ഞാനും ആദിത്യയും സാറും കൂടി ഒന്ന് ട്രിപ്പ് പോവാണ്, എല്ലാവരും ഒന്നുമില്ല, ഒരു കോഫി കുടിക്കാൻ പോവാണ് പുറത്ത്. നമ്മൾ പോവുകയാണ്, ഇപ്പോൾ നമ്മൾ 3 ആൾ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുമല്ലോ, എത്ര മണിക്ക് പോകണം, എവിടെ പോകണം, എങ്ങനെ പോകണം, അതിനെ പ്ലാനിങ് എന്ന് പറയും. ജർമ്മനിൽ പറയുകയാണെങ്കിൽ സാമൻ പ്ലാൻ എന്ന് പറഞ്ഞൊരു സെഷൻ തന്നെയുണ്ട്, ടുഗെദർ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു സെഷൻ ചെയ്യിപ്പിക്കും. റാൻഡായി എന്തെങ്കിലും ടോപ്പിക്. ഇന്ന് ഞാൻ ക്ലാസ്സിൽ കൊടുത്തൊരു ടോപ്പിക് ഉണ്ട്. ലൈക്ക് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ എല്ലാവരും കൂടി അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ്, ഡൊണേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് പ്ലാൻ ചെയ്യണം, നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ടിപ്സ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് നമ്മൾ ജർമ്മൻ മ്യൂസിക്സ് വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ ELSP ഉണ്ട്, എഡ്യൂഫ്ലേ ലേണിംഗ് സക്സസ് പ്രോഗ്രാം. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ELSPന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എഡ്യൂഫ്ലേ ലേണിംഗ് സക്സസ് പ്രോഗ്രാം എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യം ഒരു 90-something ഗെയിംസ് നമ്മൾ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അറൗണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണ് ഡംഷറാട്സ്. ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, എനിക്കും പഠിക്കാൻ പറ്റുമല്ലോ. ഡംഷറാട്സ് അങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കുകയല്ലേ. നമ്മളൊരു സെന്റൻസ് ബിൽഡ് ചെയ്ത് അവരെ അതിൽ കൊടുക്കുന്നു, അവരത് ആക്ട് ചെയ്ത് അവരുടെ കൂടെയുള്ള ക്ലാസ്മേറ്റ്സിനൊക്കെ കാണിച്ചു കൊടുക്കും. ജർമ്മൻ സെന്റൻസ് ഒരു ജർമ്മൻ സെന്റൻസ് കൊടുക്കും, അത് അവർ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. അത് തന്നെയാണ്. പിന്നെ മൂവീസ്, അതുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, അതായത്
ഇപ്പം ELSP എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് സ്റ്റുഡൻസ് എങ്ങനെ റിയലി എൻജോയ് ചെയ്യുന്നുണ്ടോ ആ ഒരു ആക്ടിവിറ്റി? നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് എന്തെങ്കിലും അത് ഒരു ഡിഫറൻസ് കൊണ്ടുവരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഓഫ്ലൈൻ? അവർക്ക് ഒരു എൻജോയ്മെന്റ്, അവർക്ക് പ്രോപ്പറായ ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടുന്നുണ്ട്. ലൈക്ക് അവർക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്, പ്രോപ്പറായി ഇറങ്ങി ചെല്ലാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ റൂട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ലൈക്ക് അവരത് പ്രോപ്പറായി ഇപ്പം നേരെ മറിച്ച് നമ്മൾ ഫുൾ ടൈം ക്ലാസ് എടുക്കാൻ വിചാരിക്കും ഒരു 4 hours, ഒരിക്കലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമ്മളെന്താണ് ഹ്യൂമൻ ബ്രെയിൻ ആണ്, നമ്മൾക്ക് ടൈം ഉണ്ട്. നമ്മൾക്കിപ്പോൾ എന്താണ് ഇപ്പം ഷൂട്ടിലാണ്, എന്നാൽ പോലും നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഒബ്വിയസ്ലി ഐ മീൻ നമ്മൾ ഒരു കാര്യത്തിൽ ഹ്യൂമൻ ബീയിങ് ആണ്. നമ്മൾക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ട്, ടൈം ലിമിറ്റ് ഉണ്ട്. ഇത്ര ടൈം കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ഓട്ടോമാറ്റിക്കലി തെറ്റും ആണ്. അതുപോലെ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും ബെറ്ററായി അവർക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. ലൈക്ക് അവർക്ക് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി ELSP എന്നുള്ള ഒരു ആക്ടിവിറ്റി. അതായത് ലിറ്ററലി അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ് അഫ്ലക്ക് പറഞ്ഞ കാര്യം, കഷ്ടപ്പെട്ട് പഠിക്കാണ്ട് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും. ലിറ്ററലി അതാണ് എൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. ഇപ്പോൾ ആദിത്യ ഒരു കാര്യം പറഞ്ഞു, ആദിത്യ ഡൗട്ടുകൾ അങ്ങോട്ട് പോയി ചോദിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അസസ്മെന്റ് കൊണ്ട്. പക്ഷേ എനിക്ക് 100% ഷുവർ ആണ് മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസും അങ്ങനെയല്ല. അവർക്ക് ഡൗട്ട് ചോദിക്കാം. ഈവൻ ദോ ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറയില്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ഡൗട്ട് ചോദിക്കാത്തത്. പക്ഷെ നമുക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാൻ എല്ലാവർക്കും മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ആദിത്യൻ്റെ ക്ലാസ്സിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ. ഐ മീൻ അവർക്ക് എന്തൊക്കെയോ മനസ്സിലായി, പക്ഷെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, പക്ഷെ ചോദിക്കാനുള്ള ഒരു മടിയുണ്ട്. അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻസിനൊക്കെ എങ്ങനെയായിരിക്കും ആദിത്യ ഡീൽ ചെയ്യുക ആസ് എ ഫാക്കൽറ്റി? ഞാൻ ഡീൽ ചെയ്യുന്നതിനെ അറിയോ, നമുക്ക് കുറെ മുഖത്തൊന്ന് പിടിക്കാൻ പറ്റും. ഇങ്ങനെ എഴുതുമ്പോ കുറെ തലകൾ ഇങ്ങനെ ഇരുന്നാണ് നമ്മള് കുറെ നോക്കുമ്പോ ഇങ്ങനെ സൈലന്റ്, എന്തോ അപ്പുറത്തിരിക്കുന്ന ആട്ടുന്നുണ്ടാ അന്ന് എനിക്ക് ഓക്കെ ആണ് എന്ന് പറയുന്ന കുറെ ടീംസ് ഉണ്ട്. അപ്പൊ നമ്മള് പിടിക്കും, നിനക്ക് മനസ്സിലായില്ലല്ലോ, അല്ല മിസ് മനസ്സിലായില്ലല്ലോ, ഇപ്പൊ പറഞ്ഞുതരും, ഇല്ല മിസ് മനസ്സിലായി. അങ്ങനെ പറയുമ്പോ നമ്മള് പറഞ്ഞു കൊടുക്കും. കുറെ നേരം ചിലപ്പം ടോപ്പിക്ക് കംപ്ലീറ്റ് അടിച്ചു വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും, എന്നാലും നമുക്ക് പറ്റില്ല. കാരണം അത്രയും ചിലപ്പോൾ അവന്റെ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായി കാണും, അവൻ മാത്രമായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്, അവന് ഒരു ഡ്രീമിൽ വന്നതാണ്. ചിലപ്പോൾ നമുക്ക് കയറ്റി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ കുട്ടികളെ ഇങ്ങനെ നോക്കുമ്പോൾ അവരുടെ മുഖത്തുനിന്ന് കുറെയൊക്കെ പിടിച്ചെടുക്കും. അല്ല നിനക്ക് മനസ്സിലായില്ല, സത്യം പറ, മിസ്സിനോട് പറയില്ല മിസ് മനസ്സിലായി, ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും. അവൻ എപ്പോ മനസ്സിലായി എന്ന് പറഞ്ഞോ അതുവരെ ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം ഞാൻ പഠിച്ചപ്പോൾ സാർ ഞാൻ എന്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതേ ക്ലാസ്സിൽ എൻ്റെ കൂടെയുള്ള കുട്ടികൾ ഇപ്പൊ ഞാൻ പോകാനല്ല റെഡിയായി, ഞങ്ങളുടെ ബീറ്റ് എത്തിയപ്പോൾ ഞങ്ങൾ 11 കുട്ടികളുള്ളായിരുന്നു. അതിലെ ബാക്കി 10 പേരും ഇപ്പൊ സ്ട്രഗിൾ ചെയ്യാണ്. എങ്ങനെ ഇപ്പൊ ഒരു പറയാണ് അന്ന് പഠിച്ചായിരുന്നെങ്കിൽ അവര് ഇപ്പൊ എനിക്ക് പോ റെഡി ആയപ്പോഴേ നീ പഠിച്ചതിന് നിനക്ക് എന്തെങ്കിലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ആ പഠിച്ച ടൈമിൽ ഇവർ ഉൾപ്പെടെ എന്നെ പുച്ഛിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ സാറിനോട്, ഞാൻ അത് പഠിക്കും ഇത് പഠിക്കപ്പോ നീ എപ്പോഴും ഇങ്ങനെ പഠിത്താണ്. പക്ഷെ എപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്നതല്ല, ലൈക്ക് എനിക്കറിയാം എന്നെ എങ്ങനെയാണ് എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ട് വിട്ടേ. അതെ, ഞാൻ ഒരിക്കലും സ്വന്തമായിട്ട് ഫിനാൻസ് ചെയ്ത് പഠിക്കാൻ വന്നതല്ല, വീട്ടുകാരുടെ കാശാണ്. കുറെയൊക്കെ എനിക്കൊരു കമ്മിറ്റ്മെന്റ് വേണം. ശരിക്കും പറഞ്ഞാൽ കുറെയൊക്കെ കമ്മിറ്റ്മെന്റ് ആണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ ചിന്തിച്ചത് എന്നെ കൊണ്ടുവിട്ടു, അച്ഛനൊരാഗ്രഹം പറഞ്ഞു, ഓക്കെ എനിക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചു. അതേപോലെ എന്നെ കാട്ടി എന്താ പറയാ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് കുട്ടികളുണ്ട്, ഒരുപാടുണ്ട്. അവർ പാർട്ട് ടൈം ചെയ്തൊക്കെ പഠിക്കാം. എന്നിട്ട് ഇവര് വിളിച്ചിട്ട് വരുന്നത് അതെ ഹോംവർക്ക് ഒന്ന് അയച്ചു തരുമോ, അന്ന് ആ ഹോംവർക്ക് എങ്ങനെ ചെയ്യണ്ടേന്ന് ചോദിച്ചിട്ടില്ല. അവരത് നേരെ അത് കോപ്പി ചെയ്യുന്നു, പോകുന്നു, അടുത്ത ദിവസം സാറിനെ ഇങ്ങനെ കാണിക്കുന്നു, ഓക്കെ ചെയ്തിട്ടുണ്ട്, വർക്ക് പ്രോപ്പറാണ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് അതിൽ കിട്ടിയതുപോലുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒന്നും അറിയാതെ നിൽക്കുന്നവരുണ്ട്. അവര് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, എടി ഒന്ന് പറഞ്ഞു തരാമോ സംഭവം ഇങ്ങനെയാണ്. അത് A1 ആയിരിക്കാം, A2 ആയിരിക്കാം. ഞാൻ പറയാം ഇതൊക്കെ നമ്മൾ എന്ന് പഠിച്ചാണ്. പക്ഷെ ഇന്നാണ് അവൻ എന്നെ ഡൗട്ട്. അതുവരെ അവൻ ഹോംവർക്ക് ചോദിക്കുന്നുണ്ട്, അവൻ ഒരിക്കൽ പോലും ചോദിച്ചില്ല ഇത് എങ്ങനെ ആയി, ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ സാർ, നമുക്കൊരു ക്വസ്റ്റ്യൻ വേണം പലതിലും. ലൈക്ക് എന്താണ് ഇതിങ്ങനെ എന്ന് ചോദിക്കണം, അനാവശ്യമായിട്ടല്ല ആവശ്യമായിട്ട് തന്നെ തോന്നണം. ഓക്കെ ഇതിങ്ങനെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. ഇനിയിപ്പോൾ ഒരു ഹോംവർക്ക് കോപ്പി ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം, അത് എഴുതുന്ന സമയത്ത് ആലോചിക്കണം, ഓക്കെ ഇത് വരുമ്പം വെർബിന്റെ പൊസിഷൻ ഇവിടെ ആണല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇറ്റ്സ് ഓക്കെ, ആ ഹോംവർക്ക് എഴുതുന്നോണ്ട് തെറ്റില്ല. പക്ഷെ ആരും അത് നോക്കില്ല, ഇങ്ങനെയും ഉള്ള ടൈമിൽ ഇത് മൊത്തം എഴുതി തീർക്കുക എന്നുള്ളൊരു ഇന്റൻഷനിലാണ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും പറയാടാ, നിങ്ങൾക്ക് മാർക്ക് വേണ്ടടാ പോട്ടെ, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, കോപ്പി അടിക്കണ്ട. പിന്നെ മിസ്സല്ലേ കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ല, എനിക്കറിയാം നിനക്കൊന്നും അറിയത്തില്ലെന്നറിയാം, എഴുതണ്ട, നിങ്ങൾ എഴുതണ്ട, ഒരു കാര്യം ചെയ്യ്,
നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം എഴുതുക. എനിക്കറിയാം നിങ്ങളുടെ ലെവൽ എത്ര ഉണ്ടെന്ന്, അത് വെച്ച് എഴുതുക. അപ്പൊ നമുക്ക് കറക്റ്റ് അസസ് ചെയ്യാൻ പറ്റും. അവരെഴുതും ചിലപ്പോൾ 20 ഇട്ടാ 1 മാർക്കോ 2 മാർക്കോ കാണും. പക്ഷേ 1 മാർക്ക് ജെന്യുവൻ ആയിരിക്കും. അതെ, 1 മാർക്ക് ജെന്യുവൻ ആയിരിക്കും. മിസ് എനിക്ക് ഈ വാക്ക് മാത്രമേ അറിയൂ. ഞാൻ പറയും മതി, ഒരെണ്ണം നീ പഠിച്ചോ, ഇനി ഇത് മറക്കരുത്. മുന്നോട്ട് പഠിക്കുക. പിന്നെ അസിസ്റ്റന്റ് ഫാക്കൽറ്റി വരും. അവൻ അശ്വിനാണ് എന്റെ അസിസ്റ്റന്റ് ഫാക്കൽറ്റി. അത്യാവശ്യം നല്ല ഏബിൾ ആയിട്ട് തന്നെ അവൻ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മാക്സിമം വൊക്കാബ് പഠിപ്പിക്കും. അതെ അതെ, കാരണം അവൻ എപ്പോഴും പറയാം, എന്നോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യും, ഓക്കെ നീ ഏറ്റവും കൂടുതൽ പഠിച്ച വൊക്കാബെല്ലാം പറഞ്ഞാണ്. അപ്പൊ എന്റെ ഒരു സക്സസ് കണ്ടപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ ചോദിച്ചു, അപ്പൊ വൊക്കാബിന് നല്ല ഇമ്പോർട്ടൻസ് അല്ലേ? അന്നേരം അവൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഓക്കെ ഗ്രാമറിനെ കാട്ടി അവൻ മേ ബി ഗ്രാമറിനായിരിക്കാം പ്രയോറിറ്റി കൊടുത്തത്. ആ ഒരു മൊമെന്റിൽ അവൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ വൊക്കാബിന് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം അവൻ എപ്പോൾ ക്ലാസ്സിൽ വന്നാലും ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന വൊക്കാബിന്. കുട്ടികളോട് പറയടാ പഠിക്ക്. ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് അവനെ എന്നെ തന്നെ കാണിച്ചു കൊടുക്കും. കണ്ടോ, വൊക്കാബ് വേണം, വൊക്കാബ് ഉണ്ടല്ലേ കാര്യം നടക്കും. ഒരു ഇന്റർവ്യൂ ആണെങ്കിലും ഒരു സ്പീക്കിംഗ് എക്സാം ആണെങ്കിലും എല്ലാം വൊക്കാബും. ഗ്രാമറിന്റെ പ്രത്യേകത, എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, അവന് ഗ്രാമർ എല്ലാം അറിയാം, പക്ഷെ ഇവന് വൊക്കാബ് ടെസ്റ്റിനൊന്നും മാർക്കില്ല. അവൻ എങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യും? വൊക്കാബ് ഉണ്ടെങ്കിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രാമർ തെറ്റൂന്നേ ഉള്ളൂ. അതെ അതെ, പക്ഷേ ഗ്രാമർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കോമ്പിനേഷൻ ആണ്. അതെ, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗ്രാമർ വേണം. ഇപ്പൊ ഗ്രാമർ എനിക്ക് ഇങ്ങനെയാണ് വെർബ് വരുന്നത്, ഇതാണ് പൊസിഷൻ, കാര്യങ്ങൾ അറിഞ്ഞു എന്ന് വെച്ചാൽ അതൊരു വലിയ സ്ട്രെസ് ഒന്നും ഇല്ല. ഇതിങ്ങനെയാണ് പഠിക്കുക. ഫർദർ ഡൗട്ട് ചോദിക്കരുത്, എന്തുകൊണ്ട് അങ്ങനെ ആയി, അത് നമ്മളല്ല ലാംഗ്വേജ് ഉണ്ട്. ലാസ്റ്റ് ഇട്ടു ഇങ്ങനെ ചോദിക്കുന്നത്, ഞാൻ പറയടാ അത് അങ്ങനെ ആടാ, അല്ല മിസ് എന്നാലും ഇത് എന്ത് ലാസ്റ്റ് പോയെ, ഞാൻ പറഞ്ഞ ഞാനല്ല ജർമ്മൻ കണ്ടുപിടിച്ചില്ല, ഇതിങ്ങനെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു റൂട്ട് ഇവിടെ നമുക്ക് വേണ്ട, നമ്മൾ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. കുറെ കുട്ടികൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല, അത് ആദ്യം മാറ്റണം. സിമ്പിൾ ആയിട്ടുള്ളതിനെ സിമ്പിൾ ആയിട്ട് തന്നെ വെക്കുക, കോംപ്ലിക്കേറ്റഡ് ആക്കുക. ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രേ ഉള്ളടാ എന്ന് പറഞ്ഞാൽ പിന്നെ അതെന്താ അങ്ങനെയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് വേണ്ട. അതെ, ഓക്കെ, അത് ഇത്രയും നമ്മൾ കൊണ്ടിട്ടു. എന്നിട്ട് ഞാൻ പറയും നീ ഇതെങ്ങനെ എഴുതുന്ന, പറ അത് മിസ് എനിക്ക് ഗ്രാമർ ഒക്കെ അറിയാം, പക്ഷെ ഞാൻ വൊക്കാബ് എന്ത് ചെയ്യും, അത് ഫോണിൽ നോക്കും. ഞാൻ പറഞ്ഞു നീ പഠിക്കോ? ഇല്ല മിസ്, ഗ്രാമർ എനിക്കെല്ലാം അറിയാം. എനിക്കറിയാവുന്ന 100% ഷുവറാണ് അവന് ഗ്രാമർ ഫുള്ള് തറവാണ്. ഞാൻ എപ്പോൾ എഴുതിയാലും അവ അപ്പം തന്നെ എക്സാമ്പിൾ എനിക്ക് ഒരുപാട് എഴുതി തരും. അപ്പൊ അതില് കുഞ്ഞു കുഞ്ഞു വാക്കുകളെ കാണും. അപ്പൊ ഞാൻ ചോദിക്കും നീ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതാറ്, A to B1 ഒക്കെ ആയില്ലേ, എഴുത്. അപ്പൊ പറയാം മിസ് എനിക്ക് ഓക്കെ പറയത്തില്ല. അവിടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഒരു നല്ല കോമ്പിനേഷനിൽ വേണം വർക്ക് ചെയ്യാനായിട്ടല്ലേ. അതായത് ഗ്രാമർ വേണം, പക്ഷെ ഗ്രാമർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വൊക്കാബ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അതിൽ ഒരു ഇംപ്രഷൻ ഒക്കെ കൊടുക്കണം, കാര്യം നന്നായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ്. ഞാൻ ഇന്നലെ ലൂക്കോ എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ് ഇവിടെ പഠിക്കണ്ടല്ലോ, ജർമ്മനി. ലൂക്കാസ് ജർമ്മനിയിൽ സ്റ്റുഡന്റ് ആണല്ലേ, ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് വന്ന ആളാണല്ലേ. അപ്പോൾ ലൂക്കോസിനോട് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ജർമ്മനിയിൽ ഒരു കോൺസുലേറ്റിൽ ഒരു ഓഫീസിലേക്ക് പോവാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രയോറിറ്റി നമുക്ക് തരും. ആ സെയിം ആളുടെ അടുത്ത് തന്നെ നമ്മൾ ജർമ്മൻ തെറ്റിയാൽ സംസാരിക്കുന്നത് നമുക്കൊരു വേറൊരു പ്രയോറിറ്റി. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഇംഗ്ലീഷ് സംസാരിച്ചാൽ നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയും, ചെയ്യേണ്ട അവർ പറയില്ല. ജർമ്മനിലാണ് നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ഫില്ല് ചെയ്ത് തരും. ആ ഒരു ഡിഫറൻസ് ഉണ്ട് ജർമ്മനി ആസ് എ കൺട്രി. ഇപ്പം നിങ്ങൾക്ക് മേ ബി അത് ഇവിടുന്ന് പോയവരോട് നിങ്ങൾ സീനിയേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ എന്നെ കേൾക്കുന്നവരോട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പെർസ്പെക്റ്റീവ് എന്താ വെച്ചാൽ, ഇതൊരു ലാംഗ്വേജ് ആണ്, സ്കില്ലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രാമറിന്റെ വൊക്കാബിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് A1 തൊട്ട് തന്നെ അതിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങും. അല്ലാണ്ട് A1 A2 ഇങ്ങനെ ചില്ല് ചെയ്ത് നടന്നിട്ട് B1 B2 പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇതൊരു സീരിയസ് ബിസിനസ് ആയിട്ട് തന്നെ കാണുക. നിങ്ങളത് എൻജോയ് ചെയ്ത് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ 8 months നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ പറ്റും. EduFlair, education driven by passion.